നമ്മുടെ അഭി പെട്ടെന്ന് കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടി വരുവാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ഏറ്റവും വഴിത്തിരിവായിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പം ഇനി എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഈ ഐസിയുവിൻ്റെ പരിസരത്തും ഇവളുടെ അടുത്തും എപ്പോഴും ഉണ്ടാവണം. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കേട്ടോണം, തീർത്തേക്കണം അങ്ങ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി കൂട്ടുകാരൻ്റെ അടുത്ത് ആനക്കയെ പറ്റി പറയുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കാൻ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അനന്തപുരിയിലെ കൊച്ചുമകൻ തന്നെയാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയാറുണ്ട്. പക്ഷേ അതാരാണെന്ന് പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും സാറിൻ്റെ അടുത്ത് യഥാർത്ഥ കൈകളിൽ തന്നെ അവകാശിയുടെ അടുത്ത് തന്നെ എൻ്റെ മോളെ എത്തണമെന്ന് അന്നയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചല്ലോ. എന്നാലും ആരാണെന്ന് എന്നോടും വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ ഡോക്ടറും പറയുകയാണേ. എങ്ങനെയെങ്കിലും അനഘനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഡോക്ടർക്ക് എന്നൊക്കെ ഇങ്ങനെ മൂത്ത സാറ് ചോദിക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, നീ ഒരിക്കലും പറ്റത്തില്ല, അത് ചലനമറ്റ അവസ്ഥയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മോളാണെങ്കിലും നല്ല ബ്രേവ് ഗേളാണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മയുടെ കാര്യത്തെപ്പറ്റി എന്നോട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവേ. ഇനിയിപ്പം എന്താ സാറേ തീരുമാനം എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. എൻ്റെ കൊച്ചുമോൻ്റെ കുട്ടിയാന്ന് അവിടെ നിന്ന് അനഘയുടെ വീട്ടുകാരൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് കൂടെ തന്നെ കൂട്ടണം. എൻ്റെ തനി പകർപ്പാണ് എൻ്റെ കൊച്ചുമോൻ, അതുകൊണ്ട് എന്നെ ആദർശിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഡോക്ടർ ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് സാറേ ഫോട്ടോയൊക്കെ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അന്നത്തേക്കിനും പറയുന്നുണ്ട്, നോക്കണം, ഇപ്പോഴത്തെ കാലത്ത് ഫോട്ടോയൊക്കെ ഉണ്ടാക്കാനായിട്ട് അത് വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി എന്താണെങ്കിലും സാറിൻ്റെ കൂടെ കൊച്ചുമോൾ വളരുന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറും പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഡോക്ടർ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ആ മോൾക്ക് അനന്തപുരി തറവാട് എന്നും ഒരു നല്ല ഷെൽട്ടർ ആയിരിക്കും എന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നീട് നമ്മുടെ ആദർശിനെ അഭിനയാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടെ നിന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ആദർശ് പറയുകയാണ്, സമ്പത്തുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരു കുട്ടീനെ പറിച്ച് നടാൻ വേണ്ടിയിട്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നെനിക്ക് നല്ല സംശയമുണ്ടെന്ന് ഇങ്ങനെ ആദർശ് പറയുമ്പോൾ നമ്മുടെ അഭി പറയുന്നുണ്ട്, എനിക്കും ഏട്ടാ അത് തന്നെയാണ് സംശയം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഇനി ആരും കുട്ടിയുടെ കാര്യത്തിനെ പറ്റി തർക്കിക്കേണ്ട, കുട്ടി അനന്തപുരിയിലെ കൊച്ചുമോൾ തന്നെയാണ്, ഇനി അതിനെപ്പറ്റി ആരും ഒന്നും വ്യാകുലപ്പെടേണ്ട, കുഞ്ഞ് അനന്തപുരി തറവാട്ടിൽ തന്നെ ജീവിക്കുമെന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. അന്നേരത്തേക്കും നമ്മുടെ അഭിയും പറയുന്നുണ്ട്, അതുകൊണ്ടാണ് മുത്തശ്ശ ഞാൻ എൻ്റെ കുട്ടിയാണെന്ന് പറയാമെന്നൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ അഭി പറയുവേ. വീണ്ടും നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ചന്തുമോള് നിൻ്റെ കുഞ്ഞല്ലല്ലോ? അന്നേരത്തേക്കിനും അല്ല, അതെന്താ മുത്തശ്ശൻ അങ്ങനെ പറയുന്നതെന്ന് പറയും കേട്ടോ. അല്ല, അനാഥബാലങ്ങളെ ഒരുപാട് ഞാൻ വളർത്തുന്നുണ്ട് നമ്മുടെ വീട്ടിലുമായിട്ടും അതുപോലെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ആയിട്ട്, അതുകൊണ്ട് ചന്തുമോള് എനിക്ക് വേറൊരു കുഞ്ഞല്ല, അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ അബിയോട് പറയുമ്പോഴത്തേക്കിനും അബി ഒന്നുകൂടെ ടെൻഷനാകുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയാം, മുത്തശ്ശ ഇപ്പം മുത്തശ്ശൻ ആ കുഞ്ഞിനെ ഏറ്റെടുക്കുമ്പോഴത്തേക്കിനും ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ന്യായീകരണ പ്രവൃത്തിയല്ലേ മുത്തശ്ശൻ ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുവേ. ചന്തമോളെ ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയില്ല എന്നിരിക്കട്ടെ, അപ്പോൾ സോഷ്യൽ മീഡിയ ഇത് ചെകഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടത് നീയായിരിക്കും എന്നിങ്ങനെ കൈ ചൂണ്ടിയിട്ട് പറയുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് പറയും മുത്തശ്ശ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അഭി. അന്നേരം പറയുന്നുണ്ട്, അവിടെ ചെന്നിട്ട് പറയേണ്ടത് എന്താണെന്ന് എനിക്കറിയാം, നിങ്ങൾ വാന്ന് പറയേ. എന്താണെങ്കിലും ചലനശേഷിയായിട്ട് കിടക്കുന്ന ഒരു അമ്മയുടെ മകളെ ഞാൻ ഏറ്റെടുത്തു, അത്രേ വീട്ടിൽ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ വാന്നും പറഞ്ഞിട്ടാണ് കൂട്ടിയിട്ട് പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ അബിയുടെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടേക്ക് വരും കേട്ടോ. എന്തായെന്ന് ചോദിക്കുക. എന്നിട്ടേക്കും നമ്മുടെ ആദർശ് പറയും, എന്താവാനാണ്, ആ കുട്ടീനെ ഞങ്ങൾ കൊണ്ടുപോവുകയാണെന്ന് പറയുമ്പോഴത്തേക്കിനും അവർ പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെ വേണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് കൈയെടുത്ത് അങ്ങനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഭീഷണി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് ഞാൻ അപ്പളെ പറഞ്ഞതാണ്, പിന്നെ മോള് വന്ന് പിടിച്ച് കെട്ടി കരഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിതിന് സാഹസത്തിനും മുതിരുന്നത്, അല്ലാതെ ഭീഷണി വേണ്ടെന്ന് താക്കീത് കൊടുത്തിട്ടാണ് മുത്തശ്ശൻ അവിടുന്ന് പോകുന്നത്. അത് തന്നെയല്ല, ഇനി അതിൻ്റെ പേരിൽ വില പേശാനായിട്ട് തറവാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വഴിയാധാരാകാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്കിനും ആദർശ് എന്നിട്ട് കുത്തനൊക്കെ പറഞ്ഞിട്ട്, പറയടാ ആരാടാ നിന്നെ കൊണ്ട് ഈ കള്ളക്കഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ മുത്തശ്ശൻ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആദർശേ. പക്ഷേ അവിടെ നിന്നൊക്കെ നയിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുത്തശ്ശനും എല്ലാവരും പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുമോള് ചന്തുമോൾ അങ്ങോട്ടേക്ക് വരികയാണ്. ഇങ്ങനെ പതിയെ നടന്നു വന്ന് മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്ന് മുത്തശ്ശൻ്റെ കൈകളിലേക്ക് അങ്ങ് കയറുകയാണ് കേട്ടോ.
എന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനെ എടുത്തിട്ട് മുത്തശ്ശൻ പറയേ ഏതൊക്കെയായാലും കുഞ്ഞിന് എന്താ മോളേന്ന് ചോദിക്കുക, കുഞ്ഞിന് അമ്മേനെ കാണണമെന്ന് ചോദിക്കും കേട്ടോ, ഒന്ന് പറയും കേട്ടോ. അന്നേരത്തേക്കിനും നമ്മുടെ ആദർശ് ചോദിക്കും, കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിൽ കാണിക്കണോ മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പ പറയുന്നുണ്ട്, മോൾക്ക് കാണണമെങ്കിൽ കാണിക്കാം മുത്തശ്ശ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശ നീ ഒന്ന് അടങ്ങി നിൽക്ക്, നീ തെറ്റുകാരനല്ലെന്ന് എനിക്കറിയാം, പക്ഷേ വികാര പ്രകടനങ്ങളെ കൊണ്ട് നഷ്ടമാകുന്നത് നമുക്കായിരിക്കും ഇവന്മാരുടെ ഇടയിൽ, അതുകൊണ്ട് നീ ഒന്ന് അടങ്ങി നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ കാണിക്കാൻ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആനിയും കൂട്ടുകാരെയാണ്. അപ്പോൾ എന്താണെങ്കിലും നന്ദു വിളിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ അനി നിൽക്കുകയാണ് കേട്ടോ. ഇല്ല, വിളിച്ചിട്ട് കിട്ടിയില്ല, എടുത്തില്ല, ഇനി ഞങ്ങളുടെ കോളും എടുക്കുന്നില്ല, അത് നീ അടുത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പല പ്രാവശ്യമായിട്ട് എനിക്ക് ഫോൺ ചെയ്യാനായിട്ട് തോന്നിയതാണ് ലാൻഡ് ലൈനിലേക്ക്, പക്ഷേ അവിടുത്തെ നമ്പർ കിട്ടിയതാണ്. എന്നിട്ടത് വിളിച്ചപ്പോൾ അതിൻ്റെ അകത്ത് കിട്ടുന്നത് ഔട്ട് ഓഫ് റീച്ച് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് അതിൻ്റെ അകത്തൊന്ന് കയറി പറ്റുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ, എടാ നീ ഇങ്ങനെ അവൾ നന്ദുവിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ അവൾ നിന്നെ തൂക്കി എടുത്തുകൊണ്ട് പോയി ഇടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് അനി പറയുന്നുണ്ട്, ആ തൂക്കി എടുത്തുകൊണ്ട് പോട്ടെ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇടട്ടെ എന്നെ, എന്നാലും എനിക്ക് അവളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അവൾ ഏതൊക്കെയായാലും അവൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ അവൾ തിരഞ്ഞെടുത്തത്, അതിലെനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ ഇങ്ങനെ അനി പറയുകയാണേ. അവൾ കോൾ എടുക്കുമായിരുന്നെങ്കിൽ അവളിപ്പോൾ എന്ത് ചെയ്യുമായിരുന്നെങ്കിൽ കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ എക്സസൈസാണ് നന്ദുവും കൂട്ടുകാരും ചേർന്നിട്ട്. പിന്നീട് നമ്മുടെ മുത്തച്ഛനും അതുപോലെ തന്നെ അബിയും ആദർശും കുഞ്ഞുമോളും എല്ലാവരും കൂടെ കാറെ വന്ന് അനന്തപുരി തറവാട്ടിൽ ഇറങ്ങുവാണ്. അങ്ങനെ വന്നിറങ്ങി കഴിയുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, മോളെ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ, മോളിനെ ഈ വീട്ടിലേക്ക് മുത്തച്ഛൻ കൂട്ടിയിട്ട് വന്നതാണ്, മോളുടെ അച്ഛൻ ആരാണെന്ന് വേറെ ആരോടും പറയില്ല എന്നൊക്കെ മോളോട് പറയുന്നുണ്ട് കേട്ടോ. അന്നത്തേക്കിനും ആദർശിനിങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കള്ള ഇങ്ങനെ മറഞ്ഞിരിക്കുന്നിടത്തോളം കാലം എനിക്ക് പേടിച്ചല്ലേ പറ്റൂ മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അഭി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഏറ്റെടുത്തോളാം എന്നതിനല്ലേ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുവേ. എന്നിട്ട് എല്ലാവരും കൂടെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും നയനം കാണും കേട്ടോ, ഈ മോൾ ഏതാണെന്നൊക്കെ ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ജലജയും അതുപോലെ തന്നെ ദേവയാനയും കൂടെ ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് ഏതാ ഈ മോളെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരോടും കൂടിയിട്ട് പറയും, ഈ വരുന്നവളുണ്ടല്ലോ, അവളെപ്പോലെ ഈ കുഞ്ഞിനെ കൂടെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറയും കേട്ടോ. എന്നിട്ടേക്കും നമ്മുടെ ജലജ ചോദിക്കുകയും, മുത്തച്ഛനിത് എന്തിൻ്റെ കേടാണ്, അച്ഛനിത് എന്തിൻ്റെ പണിയാണ്, ലോകത്തുള്ള കുഞ്ഞുങ്ങളെയെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണോ? അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയും, ഈ ചോദ്യം ചോദിക്കാൻ നിനക്ക് ഒരു അധികാരവും ഇല്ല, ദേവയാനിയോ ജാനകിയോ ആണ് ഈ ചോദ്യം ചോദിച്ചതെന്നെങ്കിൽ ഒരു പരിധി വരെ ഞാനത് സഹിച്ചേനെ. അപ്പോഴത്തേക്കിനും മോളിങ്ങനെ മുത്തശ്ശനെ നോക്കും കേട്ടോ. ഇതേ മോള് നോക്കുന്നുണ്ടോ, മോൾക്ക് നല്ല ഭയമുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാവരോട് താക്കീതോടെ പറയുകയാണ്, മോൾക്ക് ഒരു ബുദ്ധിമുട്ട് വിഷമം ഉണ്ടാകരുത്, പ്രത്യേകിച്ച് ജലജനെ നോക്കിയിട്ട് പറയുക, പ്രത്യേകിച്ച് നീ നല്ല രീതിയിൽ ഇവളെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് താക്കീത് കൊടുത്തിട്ടാണ് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നത്. എന്താണെങ്കിലും നമ്മുടെ കുഞ്ഞുമോളെ നമ്മുടെ നയന അടുത്ത് എന്നിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നുണ്ട് അവിടുന്ന്. കണ്ടോ ഏട്ടത്തി, ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ദേവേനെ പറയും, അച്ഛൻ പറഞ്ഞതാണ്, ഇനി അതിലപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അഭയും പറയുന്നുണ്ട്, ഒരു കുഞ്ഞല്ലേ അമ്മേ, അതിനെ സ്നേഹിച്ചാൽ പുണ്യം കിട്ടുമെന്നൊക്കെ പറയുവേ. പിന്നീട് നമ്മുടെ അഭി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ജലജി അങ്ങോട്ടേക്ക് വരികയാണ്. ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട്, എടാ നിനക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നീ അതെന്നോട് പറയാൻ പറയുവേ. അമ്മ എന്താ പറയുന്നത്, എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് പറയും കേട്ടോ. പിന്നെ ആദർശനാണോ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുക. അന്നത്തേക്കിന് അഭി ഇങ്ങനെ നോക്കും കേട്ടോ. അന്നത്തേക്കിന് നമ്മുടെ ജലജ പറയുവേ, ആദർശന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റാനായിട്ട് ഒരു ചാൻസും ഇല്ല, അവൻ അങ്ങനെ നടക്കുന്നവനല്ല എന്നിങ്ങനെ പറയാം കേട്ടോ. പിന്നെ ഒരു സംശയമുള്ളത് അച്ഛനെയാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനെ പറ്റി നമ്മുടെ ജലജ പറയുകയാണ്. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാന്ന്. അപ്പോൾ നമ്മുടെ ജലജ പറയണേ, അച്ഛന് പ്രായമാണെന്ന് നോക്കണ്ട, ഇപ്പോഴും ഭയങ്കര ഗ്ലാമറാണ്, അച്ഛനിങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നടന്നാലേ ഇപ്പോഴും 10 ആൾ അച്ഛനെ നോക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ജലജ. അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നാണമില്ലേ അമ്മയെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട്, അതെന്തിനാടാ നാണിക്കുന്നത്, എടാ നിനക്ക് അറിയാമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിന് അഭി ഇങ്ങനെ മിണ്ടാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനാണ് അഭിക്കൊരു ഫോൺ വരുന്നത് കേട്ടോ. അപ്പോൾ ഫോൺ ഇങ്ങനെ നമ്മുടെ ജലജയുടെ മുന്നിൽ തന്നെ ഇങ്ങനെ ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആശ്വസിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.